പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 6-ാം മാസത്തിൻ്റെ 29-ാമത്തെ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ സത്യത്തിലും ആത്മാവിലും സ്തുതിപ്പാനും ആരാധിപ്പാനും ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിൽ നമ്മെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിന് വീഴ്ചയിൽ നിന്നും, പ്രാണന് മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല നാഥനെ ഒരിക്കൽ കൂടെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ വിലയേറിയ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രഭാതവും ദൈവത്തിൽ അടുത്തു ചെല്ലാം. സങ്കീർത്തനക്കാരൻ പാടുന്നു, അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. നീതിമാനായ ഹാബേലിനെ യാതൊരു കാരണവും കൂടാതെ കയീൻ കൊന്നുകൊണ്ട് കൊലപാതകത്തിന്റെ ചരിത്രം കുറിച്ചു. തുടർന്ന് അങ്ങോട്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത ദുഷ്ടതകളും കൊലപാതകങ്ങളും ചെയ്തുകൊണ്ട് മനുഷ്യർ നീതിന്യായങ്ങളെ മറിച്ചു കളഞ്ഞു. പീഡ അനുഭവിക്കുന്നവരും നീതിമാന്മാരാണെങ്കിൽ അവർ പകരം ചെയ്യാതെ തങ്ങൾക്കായി പ്രതികാരം ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തോട് നിലവിളിക്കുന്നു. ഇതിനൊരു അന്ത്യം ഉണ്ടാവുകയില്ലേ എന്നാണ് ഭക്തൻ ചോദിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം ഒരു അന്ത്യമുണ്ടെന്ന് ദൈവവചനം പറയുന്നു. നീതിമാന്മാരെയും നീതികെട്ടവരെയും ദൈവം വിളിച്ചു വരുത്തി ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്ന ഒരു സമയം ഒരുക്കിയിരിക്കുന്നു എന്ന് തിരുവചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വളരെ ഗൗരവത്തോടും തീക്ഷ്ണതയോടും കൂടെയായിരുന്നു ശൗൽ ഭരണമേറ്റത്. എന്നാൽ ദൈവം തന്നോട് ചെയ്യുവാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെയും അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമാണ് തൻ്റെ ദുഷ്ടത വെളിപ്പെടുത്തിയത്. എന്നാൽ എളിയവർക്ക് വേണ്ടി പകരം ചോദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പിന്നെത്തിയതിൽ ശൗലിൻ്റെ തകർച്ചയിൽ കൂടെ ജനം തിരിച്ചറിയുവാനിടയായി. ഹാമാനെ നമസ്കരിക്കാത്തത് നിമിത്തം മൊർദെഖായിയെയും യഹൂദ ജനത്തെയും കൊന്നുകളയുവാൻ ഹാമാൻ ചില പദ്ധതികൾ തയ്യാറാക്കി. ഹാമാനോട് പൊരുതി ജയിക്കുവാൻ ശേഷിയില്ലാത്ത ജനം ഉപവസിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞു. ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞു സാഹചര്യങ്ങൾ അതിവേഗം മാറിമറിഞ്ഞു. കാറ്റു തിരിഞ്ഞു വീശുവാൻ തുടങ്ങി. ഒടുവിലായി നാം കാണുന്നത് അവർ ഹാമാനെ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുകുമരത്തിൽ തന്നെ ഹാമാനെ തൂക്കിക്കളഞ്ഞു. കൂടാതെ ഹാമാന്റെ 10 പുത്രന്മാരെയും യഹൂദന്മാർ കൊന്നുമുടിച്ചു. ആ വംശത്തിന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും ദൈവം നീക്കിയെന്ന് പറഞ്ഞ് സ്തോത്രം ദൂത് നിവർത്തിയാകുവാനിടയായി. പ്രമാണത്തിൽ നിലനിൽക്കുന്ന നീതിമാനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ വേണ്ടി ചതി പ്രയോഗത്തിലൂടെ ഇസബേൽ ആഹാബും കൂടെ ചേർന്ന് ആ സാധു മനുഷ്യനെ എറിഞ്ഞുകൊന്നു. എന്നാൽ എല്ലാം കാണുന്ന ദൈവം ആ ദുഷ്ട മനുഷ്യരോട് പകരം ചോദിക്കുവാനിടയായി. ജാതികൾ ദൈവജനത്തിനെതിരായി ചെയ്യുന്ന തെറ്റുകൾക്ക് മാത്രമല്ല ദൈവം ശിക്ഷ കൊടുക്കുന്നത്. ദൈവം നീതിമാനായ ദൈവമാണ്. നീതിമാനായ ദൈവം ആര് വഞ്ചന ചെയ്താലും ദൈവം അത് പ്രതികരിക്കും. ആകയാൽ പ്രിയ ദൈവവൈതലേ, നാം മറ്റുള്ളവരോട് സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ ഇടപെടുവാനും നാം മുഖാന്തിരം മറ്റുള്ളവർക്ക് ഭാരമായി തീരാതെ നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും കൊടുക്കൽ വാങ്ങൽ വളരെ സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ്. ആകയാൽ മുഖപക്ഷം നോക്കാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ഈ നാളുകളിൽ ഒരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ സ്തോത്രം ദൈവത്തെ ഭയക്കണം, വചനത്തിൽ നിലനിൽക്കണം. പ്രമാണത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ആവശ്യങ്ങളുടെ നടുവിലെല്ലാം ദൈവം പ്രവർത്തിക്കുവാനിടയാകും. ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കും
കൂട്ടു സഹോദരങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ദൈവം നിന്നെ ശിക്ഷിക്കും. ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. അത് ദേശം കാണുക തന്നെ ചെയ്യും. യഹോവയെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഈ നാളുകളിൽ ജനം കാണുവാനിടയാകും. ആകയാൽ ഭയത്തോടും ഭക്തിയോടും ദൈവത്തെ ആമേശ്വത്രം ആരാധിപ്പാൻ നമ്മെ ഈ പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരെയും ദൈവം ഈ പ്രഭാതം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ 6-ാം മാസം വരെയും കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച് വഴി നടത്തിയ നല്ല കൃപകൾക്കായി നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.